അടങ്ങാത്ത ആഗ്രഹമുള്ള ഏത് കാര്യവും ഉറക്കത്തിൽ കാണും. ഒരാൾക്ക് കുവൈത്തിൽ പോകണമെന്ന് ആഗ്രഹമായി, ആഗ്രഹം തന്നെ ശക്തമായ ആഗ്രഹമാണോ, അവൻ ഉറക്കത്തിൽ പോയിരിക്കും. പാസ്പോർട്ട് വേണ്ട, ടിക്കറ്റ് വേണ്ട, യാത്ര പറയണ്ട, ലഗേജ് വേണ്ട, കന്തൂറ വരെ വേണ്ട, പോയിക്കോളും. അപ്പോൾ ഒന്നാമത് വേണ്ട അതാണ്. അവകാശവാദം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, കണ്ട തിരക്കേടുണ്ടായിരുന്നില്ല അതുകൊണ്ടൊന്നും കാണൂല, കണ്ടേ മതിയാവുള്ളൂ എന്ന് വിചാരിച്ചാൽ കാണാൻ ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം, അടങ്ങാത്ത ആഗ്രഹം. രണ്ടാമത്തേത്, കണ്ടത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കാവുന്ന വിവരമുണ്ടായിരിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ പിശാച് ഉറക്കത്തിൽ വരൂല, ഉണർച്ചയിലും വരൂല. അതിന് നബി തങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ നബി തങ്ങളെ എങ്ങനെയാണെന്ന് ആദ്യം അറിയണ്ടേ. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും മുത്തുനബിയുടെ ശരീരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികളും പഠിച്ചിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതിന് നബി തങ്ങളങ്ങനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ അംബിയ ആണ്. അഷ്റഫുൽ അംബിയ മാത്രമല്ല അഷ്റഫുൽ ബഷറാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ബഷർ മാത്രമല്ല അഷ്റഫുൽ ഖൽഖാൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ അംബിയ ആണ്. അംബിയാക്കളിൽ ഏറ്റവും ഷറഫുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു. ഹല്ലുക്കും ഫിദ്ദുന്യായിയായ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറിൽ ആദ്യമായി ഷഫാഅത്തിന് വിളിക്കുന്നത് നമ്മളെക്കാരം. എന്തേ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കാരണം. നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് ഞമ്മക്കായിരിക്കും. എന്തേ കാരണം? മുഹമ്മദ് നബിയാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക്കത്തിൻ്റെ അസ്ല് അടിസ്ഥാനം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അധ്യക്ഷ ഭാഷണത്തിൽ ഷമീം ഫൈസി പറഞ്ഞ ഒരു വാചകമാണത്. ബറക്കത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളാണ്. അപ്പം അതുകൊണ്ട് രണ്ടാമത് വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം. നബി തങ്ങളുടെ ചുണ്ടെങ്ങനെയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീശ എങ്ങനെയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂക്ക് എങ്ങനെയാണ്. നീണ്ട് വളഞ്ഞ മൂക്കാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്ക് ചപ്പിയതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങൾ പഠിച്ചാലേ കിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. തബസ്സും, 3 തരം ചിരികളാണുള്ളത്. ഒന്ന് ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറയുന്ന മുഖപ്രസന്നതയാണ്. 2 തബസ്സും എന്ന് പറയുന്ന പുഞ്ചിരിയാണ്. 3-മത്തത് ലഹക്ക് എന്ന് പറയുന്ന ചിരിയാണ്. അതിൽപ്പെട്ടതാണ് പൊട്ടിച്ചിരി. പുഞ്ചിരി എന്ന് പറയുന്ന തബസ്സുമും ലഹക്ക് എന്ന് പറയുന്ന ചിരിയും തമ്മിലുള്ള വ്യത്യാസം 2 എണ്ണമാണ്. പുഞ്ചിരി എന്ന് പറയുന്നതിന് ശബ്ദമുണ്ടായിരിക്കില്ല എന്നതും പുഞ്ചിരിക്കുന്ന സമയത്ത് അണപ്പല്ല് കാണുകയില്ല എന്നതുമാണ്. ഇന്നമാ കാന യതബസ്സമു വലാ യുറാദി റാസുഹു, അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അലാക്കിൻ്റെ ഒച്ചയിലാണ് ചിരിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അങ്ങനെ നബി തങ്ങളങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. മുസ്തഫായ നബി തങ്ങളുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് നബി തങ്ങൾ എന്തൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി
കണ്ടത് നബിനല്ല. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല. അങ്ങനെ മുത്തുനബിയുടെ ശരീരം ഇങ്ങനെ പഠിക്കണം. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തെ പഠിക്കണം. തിളങ്ങുന്ന ശരീരമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. വെളുത്ത ശരീരമാണെങ്കിലും അതിൽ ചുവപ്പ് കയറിയിരുന്നു. അതുകൊണ്ടാണ് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമെന്ന് പറയുന്നത്. ചെറിയ കുട്ടികളുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടാവരലിൻ്റെ നഖത്തിൻ്റെ നിറമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു തരണം. മുസ്തഫ നബി തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയ ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരും പോലെയുള്ള നടത്തമായിരുന്നു. കഅന്നമായൻഹത്തുമിൻ സമമിൻ, ഒരു ചെറിയ മൊട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല. അപ്പൊരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു, ബാക്കിക്ക് ഇങ്ങനെ കൈയെട്ടിങ്ങാണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെങ്കിൽ. മൂന്നാമത്തെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. മൂന്നാമത്തെ കാര്യം, സാലിഹീങ്ങളായ ആളുകളുടെ അർവാഹുകൾ, ഔലിയാക്കന്മാരായ ആളുകളുടെ അർവാഹുകൾ, അബ്ദാലന്മാരും കുത്തുബുകളുമായ ആളുകൾ, ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള സാലിഹീങ്ങൾ എല്ലാവരും രാത്രിയിൽ മദീനയിലേക്ക് സഞ്ചരിക്കും. മദീനയാണ് അഭയകേന്ദ്രം. അപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ സാലിഹീങ്ങളുടെ അർവാഹുകൾ, അബ്ദാലന്മാരായ ആളുകൾ, കുത്തുബുകൾ എല്ലാവരും രാത്രിയിൽ ഇങ്ങനെ മദീനയിലേക്ക് പോകും. ആ യാത്ര രാത്രിയുടെ ആദ്യ ഭാഗത്തായിരിക്കും. ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെയാണ് അവർ കൂടെ കൊണ്ടുപോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, രാത്രിയിൽ നേരത്തെ ഉണരുന്നവരാണ് പുണ്യനബിയെ സ്വപ്നത്തിൽ കാണുക സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സാലിഹീങ്ങളുടെ അർവാഹുകൾ മദീനയിലേക്ക് പോകുമ്പോൾ ഇവരുടെ ആത്മാക്കളെയും മദീനയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ സമയം ഇവൻ ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തുകൾ കഴിഞ്ഞ് അത്യാവശ്യമായ ഔറാദുകൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് എത്ര നേരത്തെ ഉറങ്ങാൻ കഴിയുമോ അത്രയും നേരത്തെ ഉറങ്ങുന്നവരെയാണ്, അവരുടെ അർവാഹുകളെയാണ് അബ്ദാലന്മാരും അർവാഹുകളും മദീനയിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യമാണ് സ്വലാത്തിനെ അധികരിപ്പിക്കൽ. അങ്ങനെ എന്താ പറയാൻ കാരണം എന്നറിയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം ധരിക്കാതെ നടക്കലില്ല.